കോമ്പോസിഷൻ എന്താണെന്നുള്ളതും അതിനെ കുറച്ചുകൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതുമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ കോമ്പോസിഷൻ പാനൽ എന്നുള്ളത്. ഈ കാണുന്നത് ഈ ഒരു ബ്ലൂ റെക്റ്റാങ്കിളിൽ കാണുന്നതാണ് കോമ്പോസിഷൻ പാനൽ എന്നുള്ളത്. ഈ ഒരു പാനൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വളരെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പം പ്രൊജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൊജക്റ്റ്, അതായത് ഒരു വർക്കാണ് നമ്മുടെ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റിൽ തന്നെ നമുക്ക് ഒരുപാട് കോമ്പോസിഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ യൂട്യൂബിലേക്ക് ഒരു വീഡിയോ ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കാം. ആ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചു. ഇത് നമുക്ക് അതിൻ്റെ തുടക്കത്തിൽ കൊടുക്കുന്ന ഇൻട്രോ ഉണ്ടല്ലോ, അങ്ങനെ ഒരു ഇൻട്രോയും അതുപോലെ ഔട്ട്ട്രോയും നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അത് നമ്മൾ ആഫ്റ്റർ എഫക്ട്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇൻട്രോയും ഔട്ട്ട്രോയും രണ്ടും ഒരു വീഡിയോക്ക് ആവശ്യമായിട്ടുള്ളതാണ്. അപ്പം അത് ഒരു പ്രൊജക്റ്റാണ്. പക്ഷേ രണ്ടും നമുക്ക് വേറെ വേറെ ഡിസൈനുകളല്ലേ നമുക്ക് ചെയ്യേണ്ടത്, രണ്ടും വേറെ വേറെ എഫക്റ്റുകളല്ലേ നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് കോമ്പോസിഷൻസ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഒന്നിൽ ഇൻട്രോ ക്രിയേറ്റ് ചെയ്യുക, ഒന്നിൽ എന്ത് ചെയ്യുക, ഔട്ട്ട്രോ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോമ്പോസിഷൻസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്നാൽ പോലും നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പുതിയൊരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ന്യൂ കോമ്പോസിഷൻ എന്ന് കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മുകളിൽ മെനു ബാറിൽ നോക്കിക്കഴിഞ്ഞാൽ കോമ്പോസിഷൻ എന്ന് കാണാൻ പറ്റും. ഇതിൽ ന്യൂ കോമ്പോസിഷൻ എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നിലവിൽ ഇവിടെ തന്നെയുള്ള ന്യൂ കോമ്പോസിഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളോട് കോമ്പോസിഷൻ്റെ നെയിം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, പ്രൊജക്റ്റ് 1 എന്നുള്ളത് കൊടുക്കുകയാണ്. പ്രൊജക്റ്റ് 1 കോംബോ 1 എന്ന് കൊടുക്കണം. അതായത് പ്രൊജക്റ്റ് 1ലുള്ള കോമ്പോസിഷൻ 1 ആണ് ഇത് എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു നെയിം കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം കേട്ടോ. അതിനുശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പിന്നെ ഇതിൽ റെസൊല്യൂഷൻ ചോദിക്കുന്നുണ്ട്. റെസൊല്യൂഷൻ ഇവിടെ നമ്മൾ ഫുള്ള് കൊടുക്കാം. ഇവിടെ നമ്മൾ ഫുള്ള് കൊടുക്കുന്നതിനും പിന്നീട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു തരും. അതുപോലെ തന്നെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഒരു എഡിറ്റിംഗ് സ്ഥലത്ത് നോക്കുന്ന സമയത്ത്, അതായത് ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ ഏത് യൂസ് ചെയ്യുമ്പോഴും നമുക്ക് ഇഷ്ടമുള്ള അത്ര ഡ്യൂറേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ഈ ഒരു ആഫ്റ്റർ എഫക്ട്സ് നമ്മൾ യൂസ് ചെയ്യുമ്പം നമുക്ക് ടോട്ടൽ ആ ഒരു വീഡിയോ ആയിക്കോട്ടെ, ആ ഒരു എഫക്റ്റിന് നമുക്ക് എത്ര സൈസ് വേണം, എത്ര ഡ്യൂറേഷൻ ആ വീഡിയോ വേണം, എത്ര ടൈം വേണം എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. ആ സെറ്റ് ചെയ്ത സാധനത്തിന് നമുക്ക് പിന്നീട് എഡിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ, അത് വേറെ കാര്യം. എന്നാൽ പോലും നമ്മൾ നിലവിലുള്ള കണ്ടീഷൻ വെച്ചിട്ട് നമ്മളത് സെറ്റ് ചെയ്ത് വെക്കും. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 30 സെക്കൻഡാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് സെക്കൻഡ് വെക്കാം, ഇവിടെ നമുക്ക് മിനിറ്റ് വെക്കാവുന്നതാണ്. ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് നമുക്ക് മണിക്കൂർ എന്നുള്ള രീതിയിൽ ഹവേഴ്സിനെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 30 സെക്കൻഡിൻ്റെ ഒരു എഫക്റ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം താഴെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. അതായത് ഒരു സാധനം ഇപ്പുറത്ത് നിന്ന് ആ സൈഡിലേക്ക് പോവുകയാണ് എന്ന് നമ്മളൊരു ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോകുന്നതിൻ്റെ ബാക്കിൽ നമ്മുടെ നോർമൽ വീഡിയോ അല്ലേ വരേണ്ടത്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഇതിൽ ക്രിയേറ്റ് ചെയ്യുമ്പം ട്രാൻസ്പെറൻ്റ് ആയിരിക്കും വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് പക്ഷേ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്പെറൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ജസ്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിലിപ്പോൾ നമുക്ക് വേണ്ട ഏത് കളറും നമുക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഓക്കെ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യാണ്, ഓക്കെ കൊടുക്കുകയാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ബാക്ക്ഗ്രൗണ്ട് കളർ എന്നുള്ളത് ഒരിക്കലും നമ്മൾ ഇതിനെ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ വരില്ല. ഓക്കെ, അത് ജസ്റ്റ് നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത്, ഈ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കതിനെ തെളിഞ്ഞ് കാണാനും മനസ്സിലാവാനും വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഞാനിവിടെ ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ കൊടുക്കുമ്പം നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റ് പാനലിലേക്കായിട്ട് ഇവിടെ പുതിയൊരു കോമ്പോസിഷൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ടൈം ലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് 30 സെക്കൻഡിൻ്റെ ഒരു ടൈം ലൈനും ഇവിടെ വന്നിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് പാനലിൽ കുറച്ചുകൂടി ഡാറ്റകളൊക്കെ ആഡ് ചെയ്യണം. അതായത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഫോട്ടോസ്, വീഡിയോസ്, ഓഡിയോസ്, ഇതിനൊക്കെ എങ്ങനെ കൊണ്ടുവരാം, അതുപോലെ ഇതിനൊക്കെ എങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്ന് നോക്കാം. അതിനായിട്ട് താഴെ ഇവിടെ ഒരു ബിന്ന്, അതായത് ഇവിടെ ഒരു ചെറിയൊരു ഐക്കണ് നിങ്ങൾ കണ്ടോ, ഒരു പുതിയ ഫോൾഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐക്കണ് നിങ്ങൾ കണ്ടോ, ന്യൂ ഫോൾഡർ, ക്രിയേറ്റ് എ ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു ഫോൾഡർ വന്നിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യാണ്, ഞാൻ
പ്രൊജക്റ്റ് 1 എന്ന് കൊടുക്കുകയാണ് കേട്ടോ. അതായത് നമ്മുടെ ആദ്യത്തെ പ്രൊജക്റ്റിൻ്റെ ഒരു ഫോൾഡറാണത്, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ പ്രൊജക്റ്റ് 1ലുള്ള ഒരു കോമ്പോസിഷനാണ് എന്ത്, ഈ ഒരു കോമ്പോസിഷൻ. അപ്പോൾ ഞാൻ അതിനെ ഇനി ആ ഒരു ഫോൾഡറിൻ്റെ ഉള്ളിലാക്കി വെക്കുക. അത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയില്ല. കാരണം നമ്മൾ ഒരുപാട് എഫക്റ്റുകൾ ചെയ്യുന്ന സമയത്ത് ഇത് ഏതിൻ്റെതാണ്, ഇത് മറ്റേതിൻ്റെതാണോ, അങ്ങനെ ഫുള്ള് കൺഫ്യൂഷൻ ആയിപ്പോവും. അപ്പോൾ ആദ്യം നമ്മൾ കറക്റ്റ് ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതിനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിടുകയാണ്. അതായത് ജസ്റ്റ് പിടിച്ചിട്ട് അതിലേക്ക് കൊണ്ടിടുന്നു, അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പം അത് ആ ഒരു ഫോൾഡറിൻ്റെ ഉള്ളിലേക്ക് ആയിട്ടുണ്ട്. ഈ ഏരോ ക്ലിക്ക് ചെയ്താൽ അത് അതിൻ്റെ ഉള്ളിലായത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ഇനിയും നമുക്ക് ഒരുപാട് ഇത് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റും. അതായത് ഒരുപാട് ഫോൾഡറുകൾ കൊണ്ടുവരാൻ പറ്റും. ഇപ്പം പ്രൊജക്റ്റ് 1ൻ്റെ ഫോട്ടോസ് മാത്രമായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ പ്രൊജക്റ്റ് 1ൻ്റെ ഇമേജസ് മാത്രമായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ടോ ഈ ഒരു ഇമേജസ് എന്നുള്ള ഫോൾഡറിനെ നമുക്ക് എന്ത് ചെയ്യണം, പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിടാൻ പറ്റും. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ എന്താ ഗുണം, നമുക്കത് പിന്നെ ഈ ഒരു ഇതിൽ നമുക്ക് യൂസ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അതായത് ചുരുക്കി പറഞ്ഞാൽ ഇപ്പം ഞാനിവിടെ പ്രൊജക്റ്റ് 1 എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊജക്റ്റിൻ്റെ ഇമേജസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഈ ഫോൾഡറിൽ കൊണ്ടുപോയിടാൻ പറ്റും. അതുപോലെ നമ്മുടെ കോമ്പോസിഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് കറക്റ്റായിട്ട് വെക്കാൻ പറ്റും എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. പിന്നെ നമ്മൾ ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ബ്ലാക്ക് ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നേരത്തെ നമ്മൾ ഡ്യൂറേഷൻ സെറ്റ് ചെയ്തില്ലേ 30 സെക്കൻഡ് എന്നുള്ളത്, അതിനെ നമുക്ക് പിന്നീട് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ, കൂട്ടണമെങ്കിലോ കുറയ്ക്കണമെങ്കിലോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ഈ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് പോയെങ്കിലും പിന്നീട് നമുക്ക് മാറ്റണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാറ്റാനും വഴികളുണ്ട്. അതിനായിട്ട് വളരെ സിമ്പിളാണ്. ഈ ഒരു കോമ്പോസിഷനിലേക്ക് തന്നെ പോവാം. ഇതിൽ പോയി കഴിഞ്ഞാൽ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഈ ഒരു പ്രൊജക്റ്റ് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മളിവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു കോമ്പോസിഷൻ ഉണ്ടല്ലോ, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ കോമ്പോസിഷനിൽ പോയി കഴിഞ്ഞാൽ മുകളിൽ മെനുവിലുള്ള കോമ്പോസിഷനിൽ പോയി കഴിഞ്ഞാൽ കോമ്പോസിഷൻ സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഓപ്പൺ ആയി വന്നിട്ടുണ്ടാകും. അതായത് അതൊന്ന് ആ ഒരു ബ്ലാങ്ക് ആയി കിടക്കുന്നതിൽ നിന്ന് മാറി വന്നിട്ടുണ്ടാകും. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള അതേ ഒരു വിൻഡോ, അതേ ഒരു പാനൽ നമുക്ക് ഓപ്പൺ ആയി വന്നിട്ടുണ്ടാകും. ഇവിടെ നമുക്കിനി അതിനെ കൂട്ടണം എന്നുണ്ടെങ്കിൽ, നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്ക് അതിൻ്റെ ടൈം വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. കളർ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ വൈറ്റ് ആക്കണമെങ്കിൽ വൈറ്റ് ആക്കി കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഓക്കെ കൊടുത്താൽ മതി. അതിനുശേഷം ജസ്റ്റ് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് 40 ആയി വന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 40 ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് 30 ആണ്. നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ 40 വരെ ആയത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ടൈം ലൈനെ നമുക്ക് സൂം ചെയ്യണമെങ്കിൽ താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ടൈം പെർ സെക്കൻഡിന് നമുക്ക് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും പറ്റും. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ചെറിയ എഫക്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ നല്ല കറക്റ്റാക്കി വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ സൂം ചെയ്തിട്ട് കറക്റ്റ് സെക്കൻഡ്സിൽ നമുക്ക് കൊണ്ടിടാനായിട്ട് പറ്റും. ഓരോ ഇമേജസും ഫോട്ടോസൊക്കെ നമുക്ക് കൊണ്ടിടാൻ പറ്റും. ഒന്നാമത്തെ റീസൺ അതാണ് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പാനലുകളുണ്ടല്ലോ, ഇതിനൊക്കെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഈ കോമ്പോസിഷൻ പാനൽ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ അത് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ലൈൻ ഉണ്ടല്ലോ ഇവിടെ കൊണ്ടുവച്ച് കൊടുക്കാം. ഇവിടെ കൊണ്ടുവെക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓരോ പാനലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഏത് മൂലയിൽ പോയി കഴിഞ്ഞാലും ഏത് കോർണറിൽ പോയി കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ എളുപ്പത്തിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ കോമ്പോസിഷൻ്റെ ആ ഒരു ക്യാൻവാസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഏറ്റവും വലിയ രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ്, ബ്ലാക്ക്, വ്യത്യസ്ത കളറൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഇതൊന്നും വേണ്ട. എനിക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കളർ തന്നെ കണ്ടാൽ മതി. അതായത് ട്രാൻസ്പെറൻറ്റ് രൂപത്തിൽ തന്നെ എനിക്ക് കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, അത് പൂർണ്ണമായിട്ട് ട്രാൻസ്പെറൻ്റ് ആവും. ഇങ്ങനെ തന്നെയാണ് ബ്ലൂ വെച്ചാലും ബ്ലാക്ക് വെച്ചാലും വൈറ്റ് വെച്ചാലും ഒക്കെ ട്രാൻസ്പെറൻ്റ് തന്നെയാണ്. നമുക്ക് വർക്ക് ചെയ്യാനുള്ള സിമ്പിളസ്റ്റ് വേക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ആ കളർ യൂസ് ചെയ്യുന്നതെന്നേ ഉള്ളൂ. എന്നാൽ പോലും നമുക്ക് ഇനി അങ്ങനെ ഒന്നും വേണ്ട, എനിക്ക് ഇങ്ങനെ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കോമ്പോസിഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ ഒരു ഡീറ്റെയിൽ കാര്യം മാത്രമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടിയും അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ഒരു ഫയൽ എങ്ങനെ കൊണ്ടുവരണം, അതുപോലെ ഒരു ഫയലിനെ എങ്ങനെ നമ്മൾ ഈ ഒരു ടൈം ലൈനിൽ കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാവുന്നതാണ്. ഓക്കെ.